എൻ്റെ എൻ്റെ നല്ലമ്മ, എന്നോടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. നസ്രത്ത് സന്യാസിനി സഭാംഗമായ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടൊത്ത് നടന്നു നീങ്ങിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണിവിടെ. പരിശുദ്ധ കന്യകാ മറിയം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് തൻ്റെ തിരുക്കുമാരനിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങി നൽകുമെന്നതിന് ഉദാഹരണമാണ് ഈ ജീവിതാനുഭവങ്ങൾ. എനിക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എൻ്റെ സ്വന്തം അമ്മയിൽ നിന്നാണ് എൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്ററോളം ദൂരമുണ്ട് കാലടിപ്പള്ളിയിലേക്ക്. അപ്പം എൻ്റെ അമ്മ എന്നെ വയറ്റിലിട്ടിട്ട് ഈ 5 കിലോമീറ്റർ നടന്ന്, അന്ന് ധ്യാനങ്ങളോ കൺവെൻഷനുകളോ ഒന്നും ഇല്ലാത്ത കാലമാണ്. അവിടെ ശനിയാഴ്ച ദിവസം ഒരു നൊവേനയുണ്ട്, നിത്യസഹായ മാതാവിൻ്റെ നൊവേന്, വിശുദ്ധ കുർബാന. എൻ്റെ അമ്മ പോയി എല്ലാ ശനിയാഴ്ചകളിലും ഈ നൊവേനയിലും വിശുദ്ധ കുർബാനയിലും സംബന്ധിച്ച് ആ ഒരു ഭക്തി മാതാവിനോടുള്ളതാണ് എനിക്ക് അടിസ്ഥാനപരമായിട്ട് കിട്ടിയിരിക്കുന്നത്. പിന്നെ അത് തുടർച്ചയായിട്ട് കിട്ടുന്നത് എൻ്റെ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥന, ജപമാലയും അതിനോടനുബന്ധിച്ചുള്ള പല പ്രാർത്ഥനകൾ ബൈബിള് വളരെ നിഷ്ഠയോടെ ചെയ്തിരുന്ന കുടുംബമാണ്. പ്രാർത്ഥനയ്ക്ക് ഉറക്കം തൂങ്ങുകയോ അല്ലെങ്കിൽ അലസമായിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ അമ്മയോട് പറയും എടുത്ത് പാടത്ത് കളയാൻ. എയർപോർട്ടിൻ്റെ പാടമാണ് എൻ്റെ വീട് കഴിയുമ്പോൾ. അതുപോലെ സ്ട്രിക്റ്റായിട്ടാണ് വീട്ടിലെ പ്രാർത്ഥനകളെല്ലാം നടന്നിരുന്നത്, ജപമാല പ്രത്യേകിച്ച്. അതുപോലെ തന്നെ ചെറുപ്പത്തിലെ എൻ്റെ ഓരോ ഓർമ്മ, ഞാൻ ചെറുതായിരിക്കുമ്പോൾ 4-4.5 കിലോമീറ്ററോളം കാലടിക്കടുത്ത് മറ്റൊരു പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒക്ടോബർ മാസത്തിലെ കൊന്ത നമസ്കാരത്തിന് എൻ്റെ നാട്ടിലുള്ളവരും വീട്ടിലുള്ളവരും ഒക്കെ പോകുമ്പോൾ ചെറുതാണെങ്കിലും വളരെ വാശി പിടിച്ച് അവരുടെ കൂട്ടത്തിൽ, അന്ന് ടോർച്ചൊന്നുമില്ല, പക്ഷെ ചൂട്ടൊക്കെ കത്തിച്ച് എല്ലാവരും ഇങ്ങനെ പന്തം കത്തിച്ചൊക്കെ വരുന്ന കൂടുതൽ ഒരു ആഘോഷമായിരുന്നു അന്ന് കൊന്ത നമസ്കാരത്തിന് വെളുപ്പിന് പോകുക, തണുപ്പത്ത് പോകുക, ഇരുട്ടത്ത് പോകുക എന്നുള്ളതൊക്കെ. പക്ഷേ ഇത്രയും ആവേശത്തോടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറുതായിരുന്നപ്പോൾ തന്നെ ജപമാലയോടും പരിശുദ്ധ അമ്മയോടുമുള്ള കുടുംബത്തിലെ ഭക്തി അടിത്തറയായിട്ട് കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആദ്യത്തെ ഓർമ്മകൾ. സുവിശേഷ പ്രഘോഷണ രംഗത്ത് സേവനം ചെയ്യുവാൻ സിസ്റ്ററിനെ ഒരുക്കിയതും പഠിപ്പിച്ചതും പരിശുദ്ധ അമ്മയാണ്. തൻ്റെ ധ്യാന ശുശ്രൂഷകളിലൂടെയെല്ലാം അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിച്ചു എന്ന് സിസ്റ്റർ വ്യക്തമാക്കുന്നു. മാതാവിനോടുള്ള ഭക്തി എൻ്റെ ഉള്ളിൽ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയെങ്കിലും അത് വളരുന്നത് എൻ്റെ ശുശ്രൂഷാ മേഖലയിലേക്ക് വന്നപ്പോഴാണ്. എൻ്റെ അമ്മയുടെ മരണത്തോടെയാണ് അത് തുടരുക. 1997 എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എന്നെ ശുശ്രൂഷ പഠിപ്പിക്കുന്നത് ഈശോ. പക്ഷെ അതിന് ആരംഭമായിട്ടൊരു കാര്യമുണ്ട്. എൻ്റെ അമ്മ എനിക്ക് ഒരു കുടുന്ന കൈ നിറയെ ഒരു തരം പൂക്കൾ സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന എൻ്റെ കയ്യിലോട്ട് ഇട്ട് തരുമോ, കറുത്ത നല്ല ഗോൾഡൻ ലേസുള്ള തരം പൂക്കൾ. ഇത്രയും വർഷങ്ങളായെങ്കിലും ഞാൻ ഓർക്കുന്നു. ആ പൂക്കൾ ഇങ്ങനെ ഇട്ട് തന്നിരുമ്പോൾ എൻ്റെ കയ്യിലെല്ലാം ഇങ്ങനെ സൂചിക്ക് കുത്തുന്നത് പോലെ ഒരു അഭിഷേകം. അന്ന് എനിക്ക് അഭിഷേകമാണെന്നൊന്നും അറിയില്ലായിരുന്നു. അത് പിന്നീടാണ് ഞാൻ അറിയുന്നത് ഒരു തരം അഭിഷേകമാണെന്ന്. അതിനുശേഷമാണ് ഏറ്റവും ആദ്യം എന്നെ ഈശോ സരിഗമ പദനിസ പഠിപ്പിക്കുന്നതിന് മുൻപ് ഒരു വിശുദ്ധ കുർബാനയുടെ സമയത്ത് പരിശുദ്ധ അമ്മ വെള്ള ഉടുപ്പിട്ട് നീല കാപ്പ് പുതച്ച് വലിയൊരു സ്റ്റാച്ചു പോലെ തോന്നുമായിരുന്നു എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. പക്ഷേ എനിക്ക് അമ്മയോട് അത്രയും ഒരു ഉള്ളുകൊണ്ട് അടുപ്പം അന്നൊന്നും അനുഭവ തലത്തിലില്ലാത്തത് കൊണ്ട് ഞാൻ അപ്പോഴും അമ്മയോടൊന്നും ചോദിച്ചില്ല. പക്ഷെ അമ്മ വിട്ടു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അയ്യോ അമ്മയോടൊന്നും ചോദിച്ചില്ലല്ലോന്ന്.
അതിനുശേഷമാണ് ഈശോ വന്നിട്ട് എന്നെ സരിഗമ പദനിസ ശുശ്രൂഷയുടെ തുടക്കമായിരുന്നു അത്. എനിക്ക് മനസ്സിലായില്ല, ഞാൻ വിചാരിച്ചു എന്നെ പാട്ട് പഠിപ്പിക്കുമായിരിക്കും എന്ന്. സാധാരണ പാട്ട് പഠിക്കുമ്പോഴാണ് അങ്ങനെ സരിഗമ പദനിസയൊക്കെ പഠിപ്പിക്കണ കണ്ടിട്ടുള്ളത്. ആ സരിഗമ പദനിസ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ശുശ്രൂഷയ്ക്കുള്ള ഓരോ വിഷയങ്ങൾ ഈശോ പറഞ്ഞു തരുമായിരുന്നു. വിഷയങ്ങൾ പറഞ്ഞു തരുന്നതോടൊപ്പം ആ വിഷയത്തിന് തരുന്ന ക്ലാസ്സുകളും ഈശോ പറഞ്ഞു തന്നു. പക്ഷെ അതിൻ്റെ തുടക്കം കുറിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തോടെയാണ്. അപ്പോൾ വചനത്തെ മാംസം ധരിപ്പിച്ച അമ്മയാണ് എന്നെയും ധ്യാനത്തിന് അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷയിലേക്ക്, വചന ശുശ്രൂഷയിലേക്ക് തുടക്കം കുറിക്കാൻ ഒന്ന് വന്ന് നിന്നതാണ് അമ്മ. അതെനിക്ക് പിന്നീടാണ് മനസ്സിലാകുന്നത്. ധ്യാനത്തിൽ ഓരോ ഇടവകയിലും അല്ലെങ്കിൽ ഓരോ ധ്യാന കേന്ദ്രങ്ങളിൽ ക്ലാസ് എടുക്കാൻ വിളിക്കുമ്പോഴും വ്യത്യസ്തമായ രീതിയിലാണ്, ഒരേ വിഷയം തന്നെയാണെങ്കിലും പല വചനങ്ങൾ, പല അനുഭവങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് പരിശുദ്ധ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരിടവക ധ്യാനം കൊടുക്കുന്ന അവസരത്തിൽ ഒട്ടേറെ അനുഭവങ്ങൾ ഓരോ ഇടവകയിലെ ധ്യാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു സംഭവം ഞാനിവിടെ കുറിക്കുകയാണ്. കാരണം അതുപോലെ ഒത്തിരിയേറെ സംഭവങ്ങൾ, വലുതും ചെറുതുമായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ വചനത്തിലൂടെ ഈശോ പ്രവർത്തിച്ചിട്ടുള്ളത്. ശുശ്രൂഷ അവസാനത്തെ ദിവസത്തിൻ്റെ മുൻപ് രാത്രി ആരാധനയ്ക്ക് ഒരു ശുശ്രൂഷ നടക്കുക, ക്ഷമയുടെ ശുശ്രൂഷ നടക്കുക പള്ളിക്കകത്ത്. പള്ളിക്കകത്ത് ക്ഷമയുടെ ശുശ്രൂഷ നടന്ന് ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ വർഷങ്ങളായി തളർന്നു കിടന്ന ഒരു മനുഷ്യൻ ഇവിടെ പള്ളിക്കകത്ത് ക്ഷമയുടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ വീടിനകത്ത് കട്ടിലിൽ നിന്ന് കിടന്ന മനുഷ്യൻ ചാടി എഴുന്നേറ്റ് മുട്ടുകുത്തുക. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഈ മനുഷ്യൻ, വർഷങ്ങളായി കിടന്ന മനുഷ്യൻ പതുക്കെ പതുക്കെ നടന്ന് പള്ളിയിലേക്ക് വരിക. തലേ ദിവസത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഭാര്യയും മക്കളും വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചു, ഇന്നെന്താ അവിടെ നടന്നത്? അവിടെ ആരാധന നടക്കുന്ന സമയമാണെന്ന് തോന്നുന്നു, എനിക്കിവിടുന്ന് ചാടി എഴുന്നേക്കാൻ തോന്നി, ഞാൻ മുട്ടുകുത്തി ഇവിടെ കട്ടിലിനരികെ. ഇന്ന് ഞാൻ പള്ളിയിലേക്ക് പോവുകയാണ്, അവസാന ദിവസമാണ്, എനിക്കും ധ്യാനം കൂടണമെന്ന് പറഞ്ഞ് രാവിലെ തന്നെ, വൈകിട്ടാണ് ഇടവ ധ്യാനങ്ങൾ നടക്കുക, പക്ഷെ രാവിലെ തന്നെ ഈ മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ട് വരുവാണ്. എൻ്റെ അടുത്ത് വന്ന് കാണണം, കൗൺസിലിംഗ് നടത്തണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ സംഭവം, കാര്യങ്ങളെല്ലാം അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത്, ഞാൻ ഏകദേശം 16 വർഷത്തോളമായിട്ടുണ്ട് കടപ്പായിരുന്നു. എനിക്കെൻ്റെ ഭാര്യയോട് ക്ഷമിക്കാൻ പറ്റൂലായിരുന്നു. ഇവിടെ എന്താണ് നടന്നതെന്ന് ഇന്നലെ രാത്രി എനിക്കറിയില്ല, പക്ഷേ ഇവിടെ എന്തോ നടന്നു. ആ സമയത്ത് ഞാനവിടെ കട്ടിലയിൽ എഴുന്നേറ്റ് നിന്ന് മുട്ടുകുത്തി, താഴെ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങോട്ട് നടന്ന് പതുക്കെ പതുക്കെയാണ് നടന്നു വരുന്നത്. ഇന്നെനിക്ക് മുഴുവൻ ധ്യാനവും കൂടണം എന്ന് പറഞ്ഞ ആ ചേട്ടൻ നേരത്തെ വന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയുടെ സമയത്ത് കുർബാന സ്വീകരിച്ച് ആരാധന മുഴുവൻ, അഭിഷേക പ്രാർത്ഥന മുഴുവൻ കൂടി തിരിച്ചുപോയി. ഇതുപോലെ ഓരോ ഇടവകയിൽ ധ്യാനം നടക്കുമ്പോഴും പലരും ആ സമയത്തും പിന്നീടാണെങ്കിലും വിളിച്ചിട്ട് ഓരോ വ്യത്യസ്ത അനുഭവങ്ങൾ അവർ പറയാറുണ്ട്. അപ്പോൾ ഒരിടവകയിൽ നടത്തുന്നത് പോലെയല്ല ഈശോ വേറൊരു ഇടവകയിൽ നടത്തിയിട്ടുള്ളത് ധ്യാനം. പരിശുദ്ധ അമ്മയാണ് എനിക്കത് പ്രത്യേകിച്ച് പറഞ്ഞു തരിക. ഈ ഇടവകയിൽ ഇന്ന ശുശ്രൂഷ വേണം, ഇതുപോലെ ആരാധന നടത്തണം, ഇതുപോലെ ആയിരിക്കണം വിഷയങ്ങൾ കൊടുക്കേണ്ടത്. ചിലപ്പോൾ ഒത്തിരി വ്യത്യസ്ത വിഷയങ്ങളായിരിക്കും, വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ അതെല്ലാം പരിശുദ്ധ അമ്മ ഈശോയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എനിക്ക് പറഞ്ഞു തരും, ഞാൻ എഴുതിയെടുക്കും. അങ്ങനെയാണ് എൻ്റെ ഇടവക ധ്യാനങ്ങൾ. അതുപോലെ ഓരോ ധ്യാന കേന്ദ്രത്തിലും വേറെ വേറെ വിഷയങ്ങൾ പറയും. അപ്പോൾ എന്നെ ആദ്യം ഈശോ 3 വിഷയമാണ് പഠിപ്പിച്ചത്. വിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പം, രണ്ടാമത്തെ വിഷയം നിത്യജീവൻ, മൂന്നാമത്തെ വിഷയം പുനരുദ്ധാനം. അതിൽ നിത്യജീവൻ്റെ ധ്യാനമാണ് ഇപ്പോൾ വേളാങ്കണ്ണിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതും പരിശുദ്ധ അമ്മ അടുത്തിരുന്ന് നിത്യജീവനെക്കുറിച്ച് വചനം പറഞ്ഞു തന്ന് ഞാൻ എഴുതിയെടുത്താണ് കൊടുക്കുക. വേളാങ്കണ്ണിയിലെ ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ നാട്ടിൽ ഒത്തിരിയേറെ ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവരാണ് അവർ പലരും. പക്ഷെ പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് അവിടെ പോയി ധ്യാനം കൊടുക്കുന്നത്, ഇവിടെ കൊടുത്താൽ പോരെ. അവരോട് ചോദിക്കുക, എന്തിനാണ് ഇത്ര ദൂരെ പോയി ധ്യാനം കൂടുന്നത്? അതിന് ഇത്രേ ഉള്ളൂ, പരിശുദ്ധ അമ്മ പ്രത്യേകം പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. ദൈവം എക്കാലത്തും ചില സ്ഥലങ്ങൾ, ചില വ്യക്തികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇന്നുമുണ്ട്, എന്നുമുണ്ട്, ആദ്യകാലങ്ങളിലുമുണ്ട്.
അതിലൊരു പ്രധാന സ്ഥലമാണ് ഫാത്തിമ ലൂർദ് പോലെ ഉള്ള സ്ഥലമാണ് വേളാങ്കണ്ണി. 2 മക്കബാരുടെ പുസ്തകം 5-ാം അധ്യായം 19-20 വചനങ്ങൾ വളരെ കൃത്യമായി പറയുന്നു. ദേശത്തിന് വേണ്ടി ഒരു ജനതയെ തിരഞ്ഞെടുക്കുകയല്ല, ഒരു ജനതയ്ക്ക് വേണ്ടി ദേശം തിരഞ്ഞെടുക്കുകയാണ്. അതിനാൽ ആ ദേശം നിങ്ങളുടെ കഷ്ടതയും ഐശ്വര്യവും ഏറ്റെടുക്കുന്നു. വേളാങ്കണ്ണി സത്യത്തിൽ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ മക്കളുടെ കഷ്ടതയും ഐശ്വര്യവും എല്ലാം ഏറ്റെടുത്ത് ഐശ്വര്യം ഇരട്ടിയാക്കി വിടുന്നു. കഷ്ടത മാറ്റി വീണ്ടും ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു. ഇതാണ് വേളാങ്കണ്ണിയിൽ ധ്യാനിപ്പിക്കാനുള്ള കാരണം. പരിശുദ്ധ അമ്മയും ഉണ്ണി ഈശോയും കൂടിയാണ് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞു തന്ന് ഞാൻ പരിശുദ്ധ എൻ്റെ അമ്മയുടെ അടുത്തിരുന്ന് മുറിയിലിരുന്ന് തെരുവിലെ ജോലിയോട് ഭാഗപ്പെട്ട് ഞാൻ എൻ്റെ മുറിയിലിരുന്ന് എൻ്റെ അമ്മയുടെ അടുത്തിരുന്ന് ജപമാല ചെല്ലുമ്പോഴാണ് വേളാങ്കണ്ണി മാതാവും ഉണ്ണി ഈശോയും കൂടി എൻ്റെ അടുത്ത് വന്ന് നിൽക്കണേ. എനിക്കൊന്നും മനസ്സിലായില്ല എന്തിനാണ് വന്നത്. പക്ഷേ അധികം വൈകാതെ തന്നെ എന്നെ വേളാങ്കണ്ണിയിലേക്ക് ധ്യാനിപ്പിക്കാൻ വിളിക്കുക. അങ്ങനെയാണ് വേളാങ്കണ്ണി ധ്യാനം തുടങ്ങുന്നത്. അപ്പോൾ ധ്യാന അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. മരുന്ന് കഴിച്ച് വർഷങ്ങൾ കഴിച്ച് മടുത്ത ജീവിതങ്ങൾ ധ്യാനം കൂടി ആത്മീയ ജീവിതത്തിലേക്ക് വരുന്നു, സൗഖ്യത്തിലേക്ക് വരുന്നു, സമാധാനത്തിലേക്ക് വരുന്നു. അതുപോലെ മക്കളില്ലാതെ 8 വർഷം 10 വർഷം 14 വർഷമൊക്കെ മക്കളില്ലാതെ എല്ലാ ചികിത്സയും നടത്തി ഇനി മക്കളുണ്ടാകില്ലെന്ന് ഡോക്ടർ എഴുതി കൊടുത്ത പേപ്പറുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവർക്കെല്ലാം ഞാൻ ഒരു വചനേ കൊടുത്തിട്ടുള്ളൂ. അമ്മ എനിക്ക് പറഞ്ഞു തന്ന വചനം, അമ്മയുടെ ഉദരത്തിൽ മാംസം ധരിച്ച വചനം, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വചനത്തിൽ 35-ാമത്തെ വചനമാണ് വചനം മാംസമായി ധരിച്ചത് അമ്മയുടെ ഉദരത്തിൽ. ഏതൊരു സ്ത്രീയുടെ ഉദരത്തിലും വചനം മാംസം ധരിച്ചാൽ മതി. അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വചനം മാംസം ധരിക്കുന്നതിനുള്ള തടസ്സങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. അതോ അമ്മ എനിക്ക് പറഞ്ഞു തരുന്നതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, എൻ്റേതായിട്ടൊന്നുമില്ല. തൻ്റെ ആത്മീയ ജീവിത മേഖലയിൽ പരിശുദ്ധ കന്യകാമറിയത്തെ സഹായിയും അമ്മയുമായി സ്വീകരിച്ച സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ആ അമ്മയുടെ സഹായം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ സന്തോഷമായി കടന്നുവന്ന അനുഭവങ്ങൾ സിസ്റ്റർ പങ്കുവയ്ക്കുന്നു. ശുശ്രൂഷ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് എപ്പോഴും ആഗ്രഹം ഒരു കൂട്ട് വേണം, പോകാൻ, പറഞ്ഞു തരാൻ, ശുശ്രൂഷയുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ. അപ്പം ഞാൻ പറ്റി കൂട്ടില്ലാതിരുന്നപ്പോൾ ഈശോയോട് എന്നും പറയുമായിരുന്നു, ഈശോ എനിക്കൊരു കൂട്ട് താട്ടെ, എനിക്കൊരു നല്ല കൂട്ട് താട്ടെ. ഇങ്ങനെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2005 ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് നല്ലപോലെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ഒരു ദർശനം കാണും. അതിങ്ങനെയാണ്, സ്വർഗത്തിൽ നിന്ന് കുറേ വിശുദ്ധരിങ്ങനെ നിരനിരയായിട്ട് താഴേക്ക് വരുന്നു. അപ്പോൾ അവരുടെ കയ്യിലോട്ട് ഞാൻ എന്തോ ഒരു ചെറിയ സാധനം ഇങ്ങനെ എടുത്തു കൊടുത്തു കഴിയുമ്പോൾ അവർ ഓരോരുത്തരും മാറിപ്പോകുന്നു. ഏറ്റവും അവസാനം വരുന്നത് ജോൺ പോൾ 2 മാർപ്പാപ്പയാണ്. മാർപ്പാപ്പ മരിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു കാപ്പ് പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വ്യക്തമായിട്ട് കാണുമോ. മാർപ്പാപ്പയുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു സ്റ്റാച്ചു ഉണ്ട്, ഇത്രയുള്ള ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ഈ സ്റ്റാച്ചു അവസാനം എൻ്റെ കയ്യിലോട്ട്, ഞാനിങ്ങനെ കൈ വെച്ച് നിൽക്കണം, എൻ്റെ കയ്യിലോട്ട് മാർപ്പാപ്പ തരുന്നത് ഞാൻ കാണുമോ. തരുന്നത് ഞാൻ കണ്ടെങ്കിലും അതൊരു വെറുതെ ദർശനം ആയിട്ട് ഞാൻ അങ്ങ് വിട്ടു. പക്ഷെ അധികം വൈകാതെ പെരുമ്പാവൂരിനടുത്തൊരു വീട്ടിൽ ഈ റോസാമിസ്റ്റിക്ക മാതാവ് അവർക്കടെ കൊച്ചിന് സന്ദേശം കിട്ടി, അവർക്ക് കിട്ടാനിടയായി. അപ്പോൾ അവർ പറഞ്ഞിരുന്നു എന്നോട്, മാതാവ് വന്നു കഴിയുമ്പോൾ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ആ ദിവസങ്ങളിൽ അവരുടെ വീട്ടിൽ ചെല്ലോ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഒരു ദർശനം ഞാനിങ്ങനെ കണ്ടു, ജോൺ പോൾ മാർപ്പാപ്പ എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു സ്റ്റാച്ചു കൊണ്ടു തരുന്നു. അപ്പോൾ അവിടുത്തെ കൊച്ചിൻ്റെ അമ്മ പറഞ്ഞു, സിസ്റ്ററിന് മാതാവ് വരാറായിട്ടുണ്ട്. അപ്പം ഞാനത് തമാശയായിട്ടെടുത്തു, അങ്ങനെയൊന്നും സംഭവിക്കാൻ വഴിയില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ അധികം വൈകാതെ ഇവർ എൻ്റെ അഡ്രസ്സും പേരൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ മനുഷ്യനോട് ഇങ്ങനൊരു സിസ്റ്റർ ഉണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലത്താണ്, ഇങ്ങനെ ശുശ്രൂഷ ഉണ്ടെന്ന് മാത്രം പറഞ്ഞു, എൻ്റെ പേരും പറഞ്ഞു. പിന്നീട് ആ ബ്രദർ എന്നെ വിളിക്കുവാണ്, സിസ്റ്ററെ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇവിടെ എയർപോർട്ടിൽ വരുന്നുണ്ട്, എരുമേലിയിൽ മാതാവ് കരഞ്ഞത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. എയർപോർട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ കുറേ സ്റ്റാച്യൂസ് ഉണ്ട് ആ ബ്രദറിൻ്റെ കയ്യിൽ. വലിയ സ്റ്റാച്ചു, മാതാവിൻ്റെ രൂപം, ചെറുത് എല്ലാം ഉണ്ട്.
അങ്ങനെ 5-6 സ്റ്റാച്ചുവായിട്ട് വന്ന് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ മഠത്തിൽ കയറി സ്റ്റാച്യൂസ് എല്ലാം വെച്ച് അൾത്താരയിൽ വെച്ച് പ്രാർത്ഥിച്ച് എരുമേലിയിലെ അച്ഛനും ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ എല്ലാം മാതാവിനെ എടുത്തു കൊടുത്തു. അവസാനം ഒരു മാതാവിനെ എടുത്തിട്ട് ഈ ബ്രദർ ഇങ്ങനെ പോവുക. എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് സമ്മാനമായിട്ട് സിസ്റ്ററിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ജോൺ പോൾ മാർപ്പാപ്പ എൻ്റെ കൈ കൊണ്ട് തന്ന അത്രയുള്ള സ്റ്റാച്ചു എൻ്റെ കയ്യിലോട്ട് വെച്ച് തരും. ഞാൻ അമ്മേനെ അന്ന് ഇങ്ങനെ സ്വീകരിച്ച്. സത്യം പറഞ്ഞാൽ അതിന് ശേഷമാണ് എനിക്ക് മാതാവിനോട്, അമ്മയോട്, എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്കങ്ങോട്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കാരണം ഞാനൊരു കൂട്ട് ചോദിച്ചിട്ട് ഈശോ എനിക്ക് തന്നത് പരിശുദ്ധ അമ്മയെ തന്നെ. യോഹന്നാന് കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് ഈശോ പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് യോഹന്നാനോട് പറഞ്ഞത് അന്ന് യോഹന്നാൻ മാത്രം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇന്ന് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ. എന്നോട് പറയാ, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് പറയാ, ഇതാ നിൻ്റെ മകള്. അപ്പോൾ അന്ന് ഈശോ തന്ന ഒരു സമ്മാനമാണ് പരിശുദ്ധ അമ്മ. എനിക്ക് സ്വന്തമായിട്ട്, എല്ലാവർക്കും സ്വന്തമായിട്ടാണ് പരിശുദ്ധ അമ്മയെ തന്നിരിക്കണേ. പക്ഷേ ഈ സ്വന്തം എന്ന ഒരു ഫീലിങ്ങോ അനുഭവമോ ഒന്നും എനിക്ക് അതിന് മുന്നേ ഉണ്ടായില്ല. പക്ഷെ മാതാവ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ തന്നെ എനിക്ക് വേണ്ടി സഹായത്തിന് വേണ്ടി അകന്നു നിന്ന് പറഞ്ഞു തരാമല്ല, ഇനി അടുത്തിരുന്ന് സഹായിക്കാൻ. പക്ഷെ മാതാവ് അതിന് ശേഷം ഒരു 3 മാസത്തിനകം വീണ്ടും ഈ ബ്രദർ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ബോംബെയിൽ നിന്ന്, സിസ്റ്ററിൻ്റെ അഡ്രസ്സും പേരെല്ലാം ഈ മാതാവുള്ള ജർമ്മനിയിൽ അവർക്ക് കിട്ടിയിട്ട് അവർ വലിയൊരു മാതാവിനെ അയച്ചിട്ടുണ്ടെന്ന്. ഞാൻ ഉടനെ പറഞ്ഞു, എനിക്ക് വേണ്ട ബ്രദറെ, കാരണം എനിക്ക് അമ്മയെ കൊണ്ടൊന്ന് വെക്കാൻ പറ്റിയൊരു നല്ല സ്ഥലമില്ല, എന്നും കുർബാനയുള്ള സ്ഥലമില്ല. ഞാൻ പിന്നെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ഇവിടെ ആരുമില്ല, അടച്ചിട്ടിട്ട് പോകണം. അതുകൊണ്ട് എനിക്ക് വേണ്ട ബ്രദറെ, ഈ മാതാവ് മതി എനിക്ക്. ഈ മാതാവ്, ഈ ചെറിയ മാതാവ് അമ്മ എനിക്ക് എൻ്റെ കയ്യിലൊതുങ്ങും. ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ അമ്മയെ കൊണ്ട് നടക്കാം. പക്ഷെ എനിക്ക് അമ്മയെ ഒരിടത്ത് വെച്ചിട്ട് പോകുമ്പോൾ വിഷമമാണ്, തനിച്ചായതുകൊണ്ട്. അങ്ങനെ ഞാൻ വികാരപരമായിട്ട് തന്നെ ഈ ബ്രദറിനോട് പറഞ്ഞു, സിസ്റ്റർ ഓൾറെഡി അയച്ചു കഴിഞ്ഞു, അപ്പോൾ അതുകൊണ്ട് ഇനി വരും, വിഷമിക്കണ്ട ഒക്കെ മാതാവ് അറിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കൊച്ചിയിൽ പോയി എടുക്കാൻ എനിക്ക് വണ്ടിയില്ല, ആളില്ല, ഞാൻ എങ്ങനെ കൊച്ചിയിൽ പോയി മാതാവിനെ എടുക്കും? അത് മാതാവ് അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനെ അറിയും മാതാവ് അവിടെ വന്നു എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാകുന്നത്? അപ്പോൾ പറഞ്ഞു, മാതാവ് ഒരു അടയാളം തരും. പക്ഷെ മാതാവ് തരുന്നതിന് 7 ദിവസം മുൻപ് ഞാൻ ജോലി ചെയ്യുന്ന ആ പ്രാർത്ഥനാ സെൻറ്റർ, ആ സ്ഥലം ഫാമിലി അപ്പോസ്ലേറ്റിൻ്റെ സെൻറ്ററായിരുന്നു, കുടുംബ പ്രേക്ഷകത്തിൻ്റെ ഒരു സെൻറ്റർ. അവിടെ എല്ലാ ജോലിയും ചെയ്യുന്നത് ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ NHൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഗേറ്റ് അടിച്ച് അകമെല്ലാം തുടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ 7 ദിവസം മുൻപ് NHൻ്റെ ആ ഗേറ്റിൻ്റെ തുടങ്ങി അതിൻ്റെ അകത്തും പുറത്തെല്ലാം ഭയങ്കര സുഗന്ധം. എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കൃത്യം 7-ാം ദിവസമാണ് മാതാവ് വന്നു എന്ന് പറഞ്ഞ് ഈ സ്ഥാപനത്തിൻ്റെ ഗേറ്റിനുകൊണ്ട് അപ്പുറയാണ് പോസ്റ്റ് ഓഫീസ്. അവിടം വരെ മാതാവ് വന്നിട്ടാണ് എന്നോട് പറഞ്ഞ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്, വന്നെടുക്കാൻ. ഞാൻ പോയി ഈ പാഴ്സൽ എടുക്കാൻ ചെന്നപ്പോൾ മാതാവാന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആ കവറിൻ്റെ മുകളിൽ ചെറിയ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞാൻ വേഗം വാരി വട്ടം എടുക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് വെയിറ്റ്, മാതാവിൻ്റെ പടവും ഫോട്ടോസും എല്ലാം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് പാക്കിങ്ങിൽ. വെയിറ്റ് കാരണം എനിക്ക് പൊക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എങ്ങനെ ഞാൻ കൊണ്ടുപോകുന്നിടത്ത് നോക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ പോകുന്നു. ആ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ആ ഗേറ്റിൽ നിന്ന് സ്നേഹധാരയുടെ ഗേറ്റിലോട്ട് എടുത്ത് മാതാവിനെ വെച്ചു. അവിടം വരെ മാതാവ്. അന്ന് തുടങ്ങി മാതാവ് അവിടെ വരുന്ന 13-ാം തീയതികളിൽ പണ്ടേ ധ്യാനം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ മാസത്തിൻ്റെ അവസാന ശനിയാഴ്ച. പക്ഷെ 13-ാം തീയതികളിൽ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ കുടുംബങ്ങൾക്ക്, വ്യക്തി ജീവിതത്തിൽ അമ്മ ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെ പോകുമ്പോഴും അമ്മ എൻ്റെ കൂടെയുണ്ട്. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ നോക്കിയിരിക്കാൻ, ഞാൻ എല്ലാ വിശേഷവും അങ്ങനെ പറയാം അമ്മോട്, അമ്മ ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. പോകാൻ നേരത്തെ ഓരോ ധ്യാനങ്ങളൊക്കെ പറയാം, അമ്മ നമുക്ക് പോകാം. പിന്നെ ഞാനും അമ്മയും കൂടിയാണ്. അമ്മ എന്നെ ഇന്ന് വേറിട്ട് നിൽക്കുക. ഈവൻ ഒരു സ്റ്റാച്ചുവിൽ അതിനാൽ തന്നെ ഒന്നുമില്ല, പക്ഷേ അമ്മയുടെ ശക്തമായ സാന്നിധ്യമുണ്ട് ഓരോ ഫോട്ടോയിലൊരു സ്റ്റാച്ചുവിലും. അവിടെ ഞാൻ നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴെല്ലാം എൻ്റെ കൈ പിടിക്കാൻ അമ്മ എനിക്ക് ചെറുതായി, അമേരിക്കയിലൊരു വീട്ടിൽ കൊച്ചുമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്റ്റാച്ചുവാണിത്. അവർക്ക് എനിക്ക് തരണമെന്ന് തോന്നിയിട്ട് ആ കൊച്ചുങ്ങളുടെ അമ്മ
നാട്ടിൽ വന്നപ്പോൾ എനിക്ക് കൊണ്ടു തന്നതാണ് ഈ ചെറിയ മാതാവിനെ. എനിക്ക് എവിടെ പോകുമ്പോഴും കൊണ്ടുനടക്കാം. ഇതിലും വലിയ മാതാവുണ്ട്. എൻ്റെ മുറി വെച്ച് ഞാൻ വരുമ്പോൾ പ്രാർത്ഥിക്കണം. പള്ളിയിൽ വെച്ച് ആ സ്ഥാപനത്തിൽ വെച്ച് പ്രാർത്ഥിക്കാൻ വലിയ മാതാവിന്. എനിക്ക് എവിടെ നടക്കുമ്പോഴും എൻ്റെ അമ്മയുടെ കൂടെ നടക്കാൻ തന്നില്ല. അമ്മയാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം ഇപ്പോൾ. കാരണം ഈശോയിൽ നിന്ന് എന്ത് അനുഗ്രഹം എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ കിട്ടുന്നുണ്ടോ അതെല്ലാം എൻ്റെ അമ്മ തരുന്നതാണ്. ഞാൻ തെരുവിലെ ജോലിക്ക് ഇറങ്ങുന്നതിന് മുൻപ് വല്ലാർപാടം പള്ളിയിൽ ചെന്നിരുന്ന് സിറ്റി ഇവാഞ്ചലൈസേഷന് വേണ്ടി ഞാൻ എറണാകുളത്ത് വന്നപ്പോൾ ഏത് സെക്ഷൻ ഏത് ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കണം ഒന്നും എനിക്കറിയില്ല. ഞാൻ എല്ലാ നിത്യാരാധനയിലും പോയിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദിവസം വല്ലാർപാടം പള്ളിയിൽ ചെന്നിരുന്ന് ഞാൻ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് വഴിയിലിരിക്കുന്ന ഭിക്ഷാടകരെ എനിക്ക് കാണിച്ചു തരുന്നത്. അത് ഒരാളല്ല, പലരെ കാണിച്ചു തരുന്നു. ഒരാളെ മെയിനായിട്ട് ആദ്യം കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് തുടർച്ചയായി വേറെ ചിലരെയും കാണിച്ചു തന്നു. അങ്ങനെയാണ് ആ ഗ്രൂപ്പിനെ ഞാൻ തിരഞ്ഞെടുക്കുന്നത് വരെ. തൻ്റെ ജീവിതത്തിലുടനീളം കൂടെയുള്ള പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം പ്രകടമായി അനുഭവിച്ച നിമിഷങ്ങളാണ് സിസ്റ്ററിന് തൻ്റെ യാത്രാവേളകൾ. അപകടങ്ങളിൽ കൈപിടിച്ചു നടത്തുന്ന അമ്മയുടെ സ്നേഹം ഈ അനുഭവങ്ങളിൽ ദർശിക്കുവാൻ സാധിക്കും. എൻ്റെ ധ്യാനം തുടങ്ങി പല സ്ഥലങ്ങളിൽ ധ്യാനിപ്പിക്കാൻ വിളിച്ചു. ഇടവയിലായാലും ധ്യാന കേന്ദ്രങ്ങളിലായാലും പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ധ്യാനിപ്പിക്കാൻ. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ബസ്സിനാണ് പോകുന്നത്. ബസ്സിൽ പോകുമ്പോൾ ഞാൻ അമ്മയോട് പോകാൻ നേരത്ത് പറയാം, അമ്മ നമുക്ക് ഒരുമിച്ച് പോകാം. പിന്നെ എനിക്കിങ്ങനെ ബാഗൊക്കെ പിടിച്ചിട്ട് ബസ്സിൽ തൂങ്ങിക്കിടന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല, വേദനയൊക്കെ കാരണം. അപ്പം ഞാൻ പറയാം, അമ്മ സീറ്റ് പിടിച്ചിട്ടേക്കണം കേട്ടോ. എത്ര തിരക്കുള്ള ബസ്സിലാണെങ്കിൽ പോലും ഒരു സീറ്റ് അവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടാവും. ഇനി ഒരു സീറ്റ് ഇല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ബസ്സിൽ സിസ്റ്റേഴ്സോ അച്ഛന്മാരൊന്നും കയറി ആരും എഴുന്നേറ്റൊന്നും കൊടുക്കില്ല. പക്ഷെ ഞാൻ ചെല്ലുന്ന നോക്കിയിരുന്നിട്ട് ആരെങ്കിലും പറയും, സിസ്റ്ററെ ഇവിടെ ഇരുന്നോ നിർബന്ധിക്കും ചിലർ, ഇരുന്നോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഇന്നോളമുള്ള യാത്രയിൽ അമ്മ വളരെ കരുതലോടെ എനിക്ക് സീറ്റ് പിടിച്ചിട്ട് അമ്മയുടെ മടിയിലിരുത്തി കൊണ്ടുപോയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ വേറെ വലിയൊരു അനുഭവം എനിക്കുള്ളത്, ഞാൻ 92 പഞ്ചാബിൽ വെച്ച് ആശുപത്രി ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി വില്ലേജിലോട്ട് പോവുക. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ജംഗ്ഷൻ കഴിഞ്ഞ് വിജന സ്ഥലത്തേക്ക് കടന്നപ്പോൾ വണ്ടി ഓവർടേക്ക് ചെയ്ത് ഒരു ജീപ്പ് വന്ന് നിന്ന്. ജീപ്പിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വലിയ തോക്കുമായിട്ട് അങ്ങനെ പിടിച്ച് നാവെല്ലാം പുറത്തിട്ടൊരു സ്റ്റെപ്പ് എടുത്ത് ഞങ്ങളുടെ വണ്ടിയുടെ ഡ്രൈവറിൻ്റെ നേരെ വന്നിട്ട് തോക്ക് ചൂണ്ടി എന്തൊക്കെയോ പഞ്ചാബിയിൽ ചോദിച്ചു. അപ്പോൾ എല്ലാത്തിനും ടീക്ക എന്ന് മാത്രം ഉത്തരം പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ആചാരമുണ്ട്, കൊല്ലാൻ വന്നാലും പുറത്തിറങ്ങി നിൽക്കണമെന്ന്. അങ്ങനെ ഡോറ് തുറന്ന് പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ പുറകിലെ സീറ്റിലിരുന്ന ഞാൻ ഡ്രൈവറിൻ്റെ കോളറെ പിടിച്ചിട്ട് പറഞ്ഞു, മരിക്കുകയാണെങ്കിൽ ഒന്നിച്ച് മരിക്കുക, ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ ആ തോക്കെടുത്തിട്ട് എൻ്റെ നേരെ നീട്ടി. ആ തോക്ക് വെടിവെക്കാൻ നോക്കിയിട്ട് ഒരു കാരണവശാലും ഒരു 10-15-20 മിനിറ്റ് ഇവർ ആവുന്നത്ര പരിശ്രമിച്ചിട്ടും തോക്ക് പൊട്ടിയില്ല. അതുപോലെ തന്നെ വേറൊരു സംഭവം, ആസാമിൽ ഞാനായിരിക്കുമ്പോൾ അവിടെ ആദ്യത്തെ വർഗീയ ലഹള നടക്കുന്നത്. ബോറോ ലാൻഡ് ആക്കാൻ വേണ്ടിയിട്ട് വീടുകൾ തോറും കയറി ഇറങ്ങി വെടിവെച്ച് കുറേ പേര് മരിച്ചു, കുറേ പേര് വനത്തിൽ വയലിലൊക്കെ ഓടി ഒളിച്ച്. അങ്ങനെ രക്ഷപ്പെട്ടവരൊക്കെ കുറേ നാളുകൾക്ക് 1-2 ആഴ്ചകൾക്ക് അകം പള്ളി ഗ്രൗണ്ടിലോട്ട് വന്ന് ഒന്നിച്ചവർ കുറേ പേര് കൂടി 3 പകലും രാത്രി മുഴുവൻ ആ മൈതാനത്തിൽ പച്ചവെള്ളവും പച്ചയിലയും മാത്രം കഴിച്ച മക്കൾ ജീവിച്ച്. അത് കഴിഞ്ഞപ്പോൾ അവിടെ ബോംബിടാൻ ഒരു അറിയിപ്പ് കിട്ടി. ബോംബിടാൻ അവിടെ സ്കൂളിൻ്റെ മുകളിലൂടെ ഹെലികോപ്റ്റർ പറന്ന് മുഴുവൻ സമയം ഈ ജനത്തെ കണ്ടിട്ട് ബോംബിട്ട്. ഈ ബോംബിടാൻ സമയത്ത് അതിന് മുന്നേ കുറച്ച് പോലീസുകാർ അവിടെ വന്നവർ പറഞ്ഞു, ഇങ്ങനെ ബോംബിടാൻ പോവുക, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങളുടെ കയ്യിൽ ഒരു ആയുധങ്ങളില്ല, നിങ്ങളെല്ലാവരും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ മൈതാനത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം മൈതാനത്തിൽ കമന്ന് കിടന്നു. പിന്നെ പള്ളിയിലോട്ട് ഓടി കയറി എല്ലാവരും പ്രാർത്ഥന, കരഞ്ഞു പ്രാർത്ഥന.
ഇവിടെ ജപമാല ഉള്ളവരൊക്കെ ജപമാല ഉയർത്തിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി മരണത്തെ മുഖാമുഖം കാണുന്ന വേദനയോടെയുള്ള കരച്ചിലാണ്. അന്ന് അവർ ബോംബിട്ടിട്ട് ഒരൊറ്റ ബോംബ് പോലും ആ മൈതാനത്തിലോട്ട് വീണ് ഒരാൾ പോലും മരിക്കാനിടയായില്ല. അതിന് ശേഷമാണ് അവരെ എല്ലാവരെയും ഗവൺമെൻറ് ഇങ്ങനെ ക്വാർട്ടേഴ്സുകളിലേക്കും സ്ഥാപനങ്ങളുടെ പരിസരത്തേക്കും ഒക്കെ ആയിട്ട് അവരെല്ലാം മാറ്റുന്നത്. ഇവിടെ എല്ലാം പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം. അതോടൊപ്പം സ്നേഹധാരയിൽ ഞാനായിരിക്കുമ്പോൾ മറ്റൊരു വലിയ സംഭവം നടന്നത്, ഒരു കേസുമായിട്ട് ഇടപെട്ട ഒരു നിരപരാധിയായ പെൺകുട്ടിയെ കേസിൽ നിന്ന് മോചിപ്പിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടി കൗൺസിലിംഗ് നടത്തി പറഞ്ഞു വിട്ടതിൻ്റെ ഫലമായിട്ട് മദ്യപിച്ച ഒരു വ്യക്തി ഒരു നട്ടുച്ച നേരത്ത് ആരും ഇല്ലാതിരിക്കുന്ന സമയം നോക്കി ഒരു കത്തിയായിട്ട് വന്നു എന്നോട് പറഞ്ഞു, ഈ മുറിയിലിരുന്ന് കൗൺസിലിംഗ് നടത്തണം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ നമുക്ക് കുറച്ച് നേരം. എന്തോ മാതാവ് എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇപ്പോൾ ആ മുറിയിലോട്ട് പോകണ്ട എന്ന്. ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന്, സാധാരണ ഉച്ചനേരത്ത് അവിടെ അധികം പേരൊന്നും ഉണ്ടാവില്ല, പക്ഷെ 2 പേര് ഉടനെ കയറി വരുക. 2 സ്ത്രീകൾ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഉച്ച സമയത്ത് കയറി വരിക. അപ്പോൾ അവരും ഞാനും കൂടി മാതാവിൻ്റെ മുമ്പിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്നോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് ഈ മുറി വന്നിരുന്ന് സംസാരിക്കണമെന്ന്. ആ മുറിയിൽ ഒരു വാതിലേ ഉള്ളൂ, അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വാതിലടച്ചാൽ എന്നെ എന്തും ചെയ്യാം. പക്ഷെ മാതാവ് എന്നോട് പറഞ്ഞു, അമ്മ എന്നോട് പറഞ്ഞു പോകണ്ട. ഞാൻ അവിടെ തന്നെ നിന്നു. അപ്പോൾ കുരിശുരൂപവും ജപമാലയും എൻ്റെ കയ്യിൽ ഇതുപോലെയുണ്ട്. അപ്പോൾ ഒരു കയ്യിൽ ജപമാല പിടിച്ചിരിക്കുന്നു, ഒരു കയ്യിൽ ഞാൻ കുരിശുരൂപം പിടിച്ചിരിക്കുന്നു. അപ്പോൾ ക്ഷമ കെട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരമായിട്ട് സംസാരിക്കാൻ ഞാൻ ആ മുറിയിലോട്ട് ചെല്ലാതായപ്പോൾ, കാരണം ചെല്ലണ്ട എന്ന് മാതാവ് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പോയില്ല. എളിയിലിരുന്ന കത്തി ഉരുട്ട് എൻ്റെ നേരെ വന്നപ്പോൾ ഈ ചേച്ചിമാർ പേടിച്ചോടി. ഞാൻ അവിടെ തന്നെ എൻ്റെ കയ്യിലിരുന്ന കുരിശ്, ഉടനെ അമ്മ എന്നോട് പറഞ്ഞു കുരിശെടുത്ത് പിടിച്ചിട്ട് കടക്കാൻ പറയാൻ. ഞാൻ ഉടനെ ഷാർപ്പായിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് വിട്ടു പോകണം, കടന്നു പോകണമെന്ന് പറഞ്ഞു. തവള ചാടുമ്പോൾ 2 ചാട്ടം പുറകിലോട്ട് ചാടിയിട്ട് ആ മനുഷ്യൻ ഇറങ്ങി ഓടി. ഞാൻ പിന്നെ ഉത്തരവാദിത്തപ്പെട്ടവരോട് വിളിച്ച് പറഞ്ഞു, ഇവിടെ സമാധാനത്തിന് വേണ്ടി ആളുകൾ വരുന്നതാ, സമാധാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഉച്ചയ്ക്ക് മദ്യപിച്ച് ഇങ്ങനെ കത്തിയായിട്ട് വരുന്നു, അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ് ആ കാര്യം അങ്ങനെ. അത് പിന്നെ ആ സ്ഥാപനത്തിലേക്ക് മദ്യപിച്ചോ ഉച്ചനേരത്തോ ഭീഷണിയായിട്ടോ ഇന്ന് വരെ വന്നിട്ടില്ല. ഇതുപോലെ നിരവധിയായ അനുഭവങ്ങൾ, അപകട സാഹചര്യങ്ങളിൽ നിന്ന്, ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിന്ന്, വേദനിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് എല്ലാം പരിശുദ്ധ അമ്മ, മരണത്തെ മുഖാമുഖം കാണുന്ന സന്ദർഭങ്ങളിൽ നിന്ന് പോലും അമ്മ എന്നെ വളരെയധികം പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്.